എന്താടി നീ എന്തൊരു കരയുന്നേ? ദേഷ്യമൊക്കെ ഇവിടെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. വേണ്ട, ഇതൊന്നും അറിയാതെ ഒരുത്തിന് ഇവിടെ കിടപ്പുണ്ട്. ഒരു ദിവസം പോലും ആയില്ല നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ട്. അന്ന് അവനിട്ട കമൻ്റാണ്, കറുത്ത കൊച്ചാണോ അതോ നിന്നെപ്പോലെ കരിമാക്കനാണോ? അവൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ തന്നെ പറയും ഇതിൻ്റെ ഒരു മറുപടി. ജനിച്ചിട്ട് ഒരു ദിവസം പോലും ആയില്ല, അന്നിട്ട വീഡിയോക്കകത്താണ് ഇവൻ ഈ വന്ന് പറഞ്ഞത്. ഇവനൊക്കെ മനുഷ്യനാണോ? എനിക്ക് കണ്ടപ്പം ഞാൻ രാത്രിയില്ല ഈ കമൻറ്റ് കാണുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഉറങ്ങിയില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വാക്സിൻ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ, അല്ലേ? അപ്പോൾ വേണ്ട നമ്മുടെ കുഞ്ഞുവാവ വേണ്ട ഒന്നും അറിയാതെ കിടപ്പുണ്ട്. നമ്മുടെ ചിന്ന വേണ്ട ഒന്നും അറിയാതെ കിടപ്പുണ്ട്. ഇന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി എന്തോ ആൾക്കറിയില്ലേ? 1.5 മാസത്തല്ലേ? 1.5 മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ. 1.5 മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവല്ലേ? കരച്ചിൽ വരുമോ കുഞ്ഞിന്? പിന്നെ 2 കാലയിലും കയ്യിലും. ആണോ? ആണോടി? 2 കാലിലും കയ്യിലും അല്ലേ? അപ്പോൾ വേണ്ട ഒന്നും അറിയാതെ വേണ്ട ഇവിടെ കിടന്നുറങ്ങുമോ? വേണ്ട ഒന്നും അറിയാതെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ചിന്ന കേട്ടോ. ഒന്നുമില്ല കേട്ടോ, പാവം. പറഞ്ഞ പറ. സന്തോഷമാണ്, പക്ഷെ തിരിച്ചു വരുമ്പോ കരഞ്ഞോണ്ട് വരും. അതെ, കുഞ്ഞിന് വണ്ടിയിലൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നമ്മുടെ കുഞ്ഞിന് വണ്ടിയിൽ പോകുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല പുള്ളിക്കാരനെ. ഇനി എന്തോന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് 2-3 ഇഞ്ചക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2-3 ഉണ്ടോ? 3 കുത്ത് കിട്ടുമെന്നൊക്കെ പറയുമോ? 2 തുടക്കും കയ്യിലും കുത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി എന്തോന്ന് അറിയത്തില്ല. പാവൻ ചെറുക്കനാണ്. ദാസപ്പൻ ഇപ്പോൾ വരും. അവനാണ് ഞങ്ങളെ കൊണ്ടുവന്നത് കേട്ടോ. അവനോട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. ചില സമയത്ത് നമുക്ക് ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ല ചെറുക്കനാണ് കേട്ടോ, നല്ല അനുസരണമുള്ള പാവൻ ചെറുക്കനില്ലേ അമ്മേ? എൻ്റെ വീട്ടന്നാണോ? ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഞാനായിരുന്നു പ്രശ്നക്കാരൻ? പിന്നെ നല്ല കുഞ്ഞ, ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. നല്ല കുഞ്ഞല്ലേ? പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അല്ലേ? ചൂടെടുക്കുന്നില്ലേ? പോവാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഞാൻ പോവാണ്. അപ്പോൾ ദാസപ്പനുണ്ടോ? അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇന്ന് എന്ത് എടുക്കാൻ പോകുന്നത്? വാക്സിൻ എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഹെൽത്തിൽ കൊണ്ടുപോവാണ്. അതെ, അപ്പോൾ കുഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് ഇവരെ കൊണ്ട് പോകുന്നത്. അതെ അതെ, അച്ഛനാണെങ്കിൽ പമ്പയ്ക്ക് പോയിക്കോട്ടെ, ഓട്ടം പോയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ദാസപ്പനാണ് കൊണ്ടുപോകുന്നത്. അടി ഒന്നേ കണ്ടോ, കയറി. അപ്പോൾ നമ്മൾ വേണ്ട ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവനെ കാണുമ്പോൾ ആണെങ്കിൽ വിഷമം വരും ഇല്ലടി? പുള്ളി ഉറങ്ങി കേട്ടോ, കുഞ്ഞ് ഉറങ്ങിയേ. അവന് വണ്ടിക്കകത്ത് കയറുമ്പോഴേ അവൻ ഉറങ്ങും, നല്ലതായിട്ട് പെട്ടെന്ന് ഉറങ്ങും പുള്ളി. വിഷമമുണ്ടോ? രേഷിനാണെങ്കിൽ വയ്യ. രേഷിന് ഭയങ്കര വിഷമമാണ് കുഞ്ഞിന് കുത്ത് കിട്ടാൻ വേണ്ടി പോകുന്നതിന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അകത്ത് പോയിട്ട് വരാം കേട്ടോ. എന്താ കരയുന്നടാ? നീ എന്തൊരു കരയുന്നേ? എന്തോ ഇനി നീ കാരണം കേട്ടോ, ഇവനെ ഇഞ്ചക്ഷൻ എടുക്കാൻ തരാം. നീ കയറാം, എനിക്ക് പേടിയാ. ഗൈസപ്പം എനിക്ക് പേടി, ഇവനെ കുത്തുന്ന കാണാൻ എനിക്ക് വയ്യ കേട്ടോ. അവിടെ നമ്മുടെ ദാസപ്പനെ, നേഴ്സായിട്ടുള്ള നമ്മുടെ ദാസപ്പനെയാണ് നമ്മൾ നിറക്കാനായിട്ട് പോകുന്നത്. ദേഷ്യമൊക്കെ ഇവിടെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. വേണ്ട, ഇതൊന്നും അറിയാതെ ഒരുത്തിന് ഇവിടെ കിടപ്പുണ്ട്. എന്താടി എന്താടാ? ഇവനെടുത്ത് ഒന്നുമില്ല. എത്ര കുത്ത് നിനക്ക് കിട്ടിയടി ഹോസ്പിറ്റലിൽ നിന്ന്? അത് കുഴപ്പമില്ല, അവനെന്തായാലും കുത്ത് കിട്ടേണ്ടതായിരുന്നു. അത് മേടിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലേ? അതുപോലെ വായൊഴിക്കുന്നതായിരുന്നേ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ദാസപ്പന് കൊടുത്തിട്ടുണ്ട്. ദാസപ്പനായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം, കുത്തുന്ന കാര്യം. ഗൈസ്, അപ്പോൾ വേണ്ട കുഞ്ഞിന് വേണ്ട വാക്സിനൊക്കെ എടുത്തിട്ട് വേണ്ട നമ്മളിങ്ങനെ കിടക്കും ഇല്ല രേഷു? രേഷു ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞിൻ്റെ കൂടെ തന്നെ കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞ വിഷമം വരും കേട്ടോ. അവനിങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഉറങ്ങിയിട്ട് വാവാ. ചിന്ന ഉറങ്ങി കേട്ടോ. ചിന്നക്കിനി പാല് കൊടുക്കാൻ വേണ്ടി പോവാണേ. കുഞ്ഞ് കഴിഞ്ഞപ്പോൾ വിഷമമായോ?
കുഴപ്പമില്ല പോട്ടെ, പാൽ കൊടുക്കുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയേക്കുവാണ് കേട്ടോ. നമ്മുടെ ചിന്നയാണ് ഇവിടെ ഭയങ്കര ഉറക്കം കേട്ടോ. വേദന കൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് ഉറങ്ങിപ്പോയി. വാ, രണ്ടുപേരും കരച്ചിലായിരുന്നു. രേഷ്യം കരച്ചിലായിരുന്നു. വേണ്ടേ, വിഷമിച്ച് കിടക്കുക. ഇത് കണ്ടോ മുഖം നോക്കി, വിഷമിച്ച് പുള്ളി കിടക്കുക. ചെറിയൊക്കെ ഇങ്ങനെ മലത്തി വെച്ച് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും അറിയാതെ വന്നേല്ലേ ആശുപത്രിയില്ലേ. ഇനി അവനെ കൊണ്ട് കിടത്തയിലായിട്ട് രേഷു വാ. പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നല്ല വിഷമമായിട്ടുണ്ട് പുള്ളിക്കാരന്. നല്ല അമ്മ വിഷമിച്ച വരാഞ്ഞതല്ലേ അമ്മേ, പേടിച്ച് വരാഞ്ഞതല്ലേ. കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങളെയൊക്കെ എടുത്തപ്പോൾ അറ്റാച്ചനാണ്. അതുകൊണ്ട് ഞാൻ അത്ര ഇതായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് പേടിയാണ്. കൊച്ചു കുഞ്ഞല്ലേ, നിങ്ങളെ കൊണ്ടുപോകും. കുഞ്ഞു മുഖം പൊത്തി ഇങ്ങനെ കിടക്കുക. അതെ, മുഖമൊക്കെ പൊത്തി പുള്ളിക്കാരൻ ഇവിടെ കിടക്കുവാണ്. രേഷു അമ്മ പറഞ്ഞത് ഭയങ്കര കരച്ചിലായിരുന്നു ഇങ്ങോട്ട്. രേഷുനാണെങ്കിൽ കരച്ചിലായതുകൊണ്ട് ഞാൻ കയറാമെന്ന് പറഞ്ഞു. ഞാൻ കയറിയപ്പോഴത്തേന് പിന്നെ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേന് കുഞ്ഞ് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുക. ഇഞ്ചക്ഷൻ അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിട്ട് പിന്നെ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. 2 ഇഞ്ചക്ഷൻ ഞാൻ എൻ്റെ വടി വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ആയതിന് പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ രേഷുവിൻ്റെ അടുക്കൽ പോയപ്പോഴാണ് പുള്ളിക്കാരൻ വിഷമിച്ച് കരച്ചിൽ നടത്തിയത്. കണ്ടോ മുഖം പൊത്തുക. നല്ല വേദനയുണ്ട്. ഡോക്ടർ 2 ദിവസം കാണുമെന്ന് പറഞ്ഞു വേദന അല്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരിക്കാതെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞു തരാം. കുഞ്ഞിൻ്റെ പേരിലാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. അവനൊരു 2-3 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 കമൻറ്റ് അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്ളോഗ്. അതായത് 1 ദിവസം പോലും ആയില്ല നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ട്. അന്ന് അവനിട്ട കമൻറ്റാണ്. എന്താ വായിച്ചാൽ കമൻറ്റ്? കറുത്ത കൊച്ചാണോ നിന്നെ പോലെ കരിമാക്കാനാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരി. കറുത്ത കൊച്ചാണോ അതോ നിന്നെപ്പോലെ കരിമാക്കനാണോ എന്ന്. അവൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ തന്നെ പറയും ഇതിൻ്റെ ഒരു മറുപടി എന്താ നമ്മൾ കൊടുക്കേണ്ടതെന്ന്. ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പറയാമോ? അതും ജനിച്ചിട്ട് 1 ദിവസം പോലും ആയില്ല. അന്നിട്ട വീഡിയോക്കകത്താണ് ഇവൻ ഈ വന്ന് പറഞ്ഞത്. ഇവനൊക്കെ മനുഷ്യനാണോ? ഇല്ലേ അമ്മേ? അമ്മയുടെ മുമ്പിലൊക്കെ വെച്ച് ആ കമൻറ്റ് വായിച്ചിരുന്ന അമ്മയൊക്കെ എന്തുമാത്രം വിഷമിച്ചമ്മേ. പിന്നെ ഭയങ്കര വിഷമമായി എപ്പോഴും ഓർക്കുമ്പോൾ. കുഞ്ഞിനെ പറ്റി ജനിച്ച 1 ദിവസം ആയതേ ഉള്ളൂ, അതിന് അവന് ഇത്രയും കമൻറ്റ് ഇട്ടേക്കുന്നത്. നമുക്ക് വിഷമം. നമ്മൾ നോക്കി ഇരുന്ന് നമുക്കൊരു കുഞ്ഞ് ജനിച്ചതാണ്. അതെ, നമ്മുടെ കുഞ്ഞിനെ പറ്റി അവൻ ഇങ്ങനെ ഇടുന്നു. അവന് 2 പിള്ളേരുണ്ട്. അതെ, ഞാൻ അവനെ ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ പിടിക്കാനൊക്കെ പോകുന്നതാണ്. അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേന് അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടുന്ന് ആൾക്കാർ സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവനോട് ഈ കാര്യം നമ്മൾ നേരിട്ട് തന്നെ ചോദിക്കുന്നതാണ്. ഇവൻ്റെ ഫോട്ടോ ഞങ്ങളിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവനെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവനുള്ള മറുപടി ഇതിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും കേട്ടോ. അല്ലേ ഏമേ? എന്താ ചെയ്യണ്ടേ ഇവനെ? നമുക്കൊന്നും പറയണ്ട, ദൈവം അവന് കൂടി കൊടുത്തോളൂ. വിട്ടേക്കാനോ? വിട്ടേര്. ഏടാ നമ്മുടെ കുഞ്ഞിനെ ഇവൻ വിടത്തില്ലെന്നാ പറയുന്നത്. ചിരിയോളോ എന്തോന്ന് പോലും അറിയാത്ത കുഞ്ഞിനെ ആണ്. വേറെ എന്താ കമന്റ് ഇട്ടത്? വേറെ കുറെ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് അവനോട് തന്നെ അവനെ കൊടുക്കണം നമുക്ക് പണി. അതെ, ഇവൻ വേറെ കുറെ കമന്റ് ഒക്കെ ഇട്ടുണ്ട് കുഞ്ഞിനെ കുറിച്ച് തെറി വിളിക്കുന്നത് കേട്ടോ. അത് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോക്കകത്തൊക്കെ അവൻ ഇട്ടത്. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തില്ല, അത് വിട്ടുപോയി. ഇതാണെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയപ്പോഴാണ് നമ്മൾ ആദ്യമേ ഇട്ട വീഡിയോക്കകത്തുനിന്ന് പോയി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. അവൻ ആദ്യമേ ഇട്ട കാര്യം അവനങ്ങ് മറന്നുപോയി. അവൻ 2ാമതിട്ട വീഡിയോക്കകത്ത് കുറേ നെഗറ്റീവ്, അതായത് കുഞ്ഞിനെക്കുറിച്ച് പല രീതിയിലൊക്കെ കമൻറ്റ് ഇട്ടായിരുന്നു. അത് കുറേ ആൾക്കാർ അതിന് റിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്കാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോയി. നമ്മളെ പറയുന്ന പോലെ അല്ലേ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പറയണ ആവശ്യം. അതെ അല്ലേ, നമ്മൾ പുള്ളിക്കാരനെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്പരൊക്കെ സെറ്റ് ആകുന്നുണ്ട്, പുള്ളി ഇത് കാണുന്നുണ്ട്, നിനക്ക് പണി വരുന്നുണ്ട്. അതെ, അതുമല്ല അത് പോട്ടെ. ഈ ഡെലിവറി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് 2ാമത് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവന് ഇട്ട കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വിഷമമായി പോവും. അതുപോലത്തെ കമൻറ്റ് ഇവൻ ഇട്ടത്. അന്ന് നമുക്ക് പറ്റിയില്ല, പെട്ടെന്ന് നമ്മൾ ആ ഓർത്തില്ല സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യമൊക്കെ. അതായത് 2 കമൻറ്റ് അവന്നിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിഷമമായി പോകും കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേര് വന്ന് അതിൻ്റെ റിപ്ലൈ ഇവനോട് കുറേ മറുപടി പറഞ്ഞപ്പോൾ തന്നെ അവൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം മറന്നുപോയി. ഇവൻ്റെ പേര് മാത്രം ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് കുഞ്ഞ് ജനിക്കുന്ന ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴാണ് അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഈ കമൻറ്റ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇവനെ പൊക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. അല്ലടാ, നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ നേരിട്ട് പോയി കാണാം. നിയമപരമായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് കാണാം. അതെ, ഇവൻ ആ തെറി പറയുന്ന കമൻറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ കേസ് കൊടുക്കാമെന്നോ? അമ്മ എന്താ പറയുന്നത്? അമ്മ പറഞ്ഞോട്ട് ചെയ്യാം. അവൻ്റെ പേരിലെ കൊടുക്കണം. 1 ദിവസം പോലും ആകാത്ത നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ പറഞ്ഞത്? കണ്ടോ? അപ്പം നിങ്ങൾ പറയാം എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുക്കണം, നമുക്ക് കേസ് കൊടുക്കാം.
നിങ്ങൾ പറയാം എന്തോ ചെയ്യണ്ടേന്ന്. അമ്മ പറയുന്നത് കേസ് കൊടുക്കാൻ പറയുന്നു, ഇവൻ പറഞ്ഞ കേസ് കൊടുക്കണം നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്താണ് ഇവനെക്കുറിച്ച് പറയേണ്ടത് രേശു? എനിക്ക് കണ്ടപ്പം ഞാൻ രാത്രിയില്ല ഈ കമൻറ്റ് കാണുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഉറങ്ങിയില്ല കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. എന്നിട്ട് രാവിലെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് നോക്കിയപ്പോൾ കമൻറ്റും കാണുന്നില്ല. അവനത് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി. തപ്പി വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ ഡെലിവറി വീഡിയോക്കകത്ത് ഒരു കമൻ്റ് ഉണ്ട്. ഞാനും ആ സ്ക്രീൻഷോട്ട് എടുത്ത് കേടിയും എല്ലാവരും എടുത്തിട്ടുണ്ട്. അതെ, എന്താ ചെയ്യണ്ട പറ, നീ പറ. എന്ത് ചെയ്യാനാ? നേരിട്ട് കാണണോ അതോ കേസ് കൊടുക്കണോ? കേസ് കൊടുത്താൽ അത്ര നല്ലത്. നമ്മളും പറയാൻ പോയാൽ ആളും നമ്മളും ഒരു ഡിഫറൻസ് ഇല്ലല്ലോ. അതെ, വേണ്ടേ ഒന്നും അറിയാത്തത് നമ്മുടെ കുഞ്ഞുവാവയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയത്. വേണ്ട കാണിച്ചിരുന്നു. ഇവൻ്റെ മുഖം നോക്കി, ഇവനൊക്കെ എന്തെങ്കിലും പറയാൻ തോന്നുന്നു. ഞങ്ങളാണെങ്കിൽ പൊന്നു പോലെ നോക്കി നടക്കുന്നവനാണ് ഇവൻ. അതെ, നിങ്ങൾ കണ്ടേയല്ലേ രാവിലെ കുഞ്ഞ് കരയുമെന്ന് പറഞ്ഞപ്പോഴത്തേന് വേണ്ട ഒരുത്തി വിഷമിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് കയറുന്ന എനിക്ക് ആ വിങ്ങിപ്പൊട്ടി നിൽക്കുകയോ ഇവന് കുത്ത് കിട്ടിയപ്പം. അത്രയ്ക്ക് അവനെ നമ്മൾ നോക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നേ. കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വിടുവോ? എന്തായാലും അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? ദൈവം എന്തായാലും അവനെ അനുഗ്രഹിക്കട്ടെ പുള്ളിക്കാരനെ. അപ്പോൾ ഗൈസ്, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഏറുമാടത്തിൻ്റെ വീഡിയോ ഇവിടെ ബാക്കി വരുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ലടാ. ഇനി ഓല മടഞ്ഞില്ല ഇതിലിട്ടില്ലടാ. ഓല മടഞ്ഞില്ല. അതെ, പിന്നെ മഴ ഇച്ചിരി പെയ്യണം, മഴ പെയ്യണം ഉള്ളൂ. ഇപ്പം 2-3 ദിവസം ഇച്ചിരി മഴ കുറവാണ്. ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളുടെ പുറകിനായിരുന്നു. ഇവിടെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതിൽ 2-3 ആഗ്രഹങ്ങൾ സാധിച്ചു. ഇനിയും നടക്കാതെ പോയ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് പോവാണല്ലേ അമ്മേ? അല്ലേ? എന്താ പറ്റി വിഷമിച്ചിരിക്കുന്നേ? അതൊക്കെ വിട്, അവൻ്റെ കാര്യം പറയണ്ട, വിട്ടേക്ക്. നമ്മളെ ആഗ്രഹം നടക്കാൻ പോയില്ല ഒരു ആഗ്രഹം ഏടാ. അതെന്താ വന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, സർപ്രൈസ് ആയിരിക്കും. അത് ഞങ്ങൾ കുറേ കാലങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് നടക്കാനായിട്ട് പോകുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാണിച്ചു തരാം അല്ലടാ. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളത് റിവീൽ ചെയ്യുന്നതായിരിക്കും ആ ഒരു കാര്യം എന്താണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണെന്ന് വെച്ചാലുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആ പറഞ്ഞവനെ കമൻറ്റ് ഇട്ടവനെ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ല അമ്മേ? ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? അച്ഛൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായിരിക്കും. അച്ഛന് വിഷമമായിരിക്കും. ശരിയെന്നാ, ഞങ്ങൾ പോട്ടെ കേട്ടോ. ശരിയെന്നാ.